എന്താ വെച്ചാല് ഇത് സാധാരണ ഒരു കണ്ടെത്തൽ നടത്തുന്ന പോലെയാണ്. എന്നാ അങ്ങനെയല്ല കേട്ടോ. എന്താ വെച്ചാല് ഇതൊരു 5 അടിയോളം മണ്ണ് താഴ്ത്തിയിട്ട് അതിന്റെ അടിയിൽ ചെങ്കല്ല് പാകി പിന്നെ ചിരട്ട കമത്തി അതിന്റെ മുകളിൽ മണല് വിരിച്ചിട്ടാണ് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണ് ഇത്. കാളപൂട്ട് മത്സരം നടത്തുന്ന ഗ്രൗണ്ടാണ്. ഇതിന് 130 വർഷത്തിലധികം പഴക്കല്ല. മുല്ലമണ്ണ തറവാട്ടുകാരതാണ് കേട്ടോ അത്. അപ്പൊ അവരൊക്കെ ഇതിനോട് പണ്ട് കാട്ടിയ ഒരു ഇതാണ്. എന്താ വെച്ചാല് അത്രയും കാർഷിക നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണ്. ഇന്നും അവർ സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും ഒരു എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാവില്ല. എന്താ വെച്ചാൽ ഇന്നും അത് സംരക്ഷിക്കാറുണ്ട്. ഇന്നും നമ്മളെ കണ്ണ് നേരെ നമ്മള് എങ്ങനെയാ വൈദ്യുതി മണ്ണടിച്ച് തൂർക്കാന്നുള്ള കാഴ്ചപ്പാടാണല്ലോ. ഇത് ഏകദേശം തറ നിരപ്പുന്ന 5 അടിയോളം താഴ്ത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 5 അടിയോളം താഴ്ത്തിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയിട്ട് ഒരു ഗ്രൗണ്ടാണ് കേട്ടത്. അപ്പൊ ഇവിടെ കാളേനെ കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു മഞ്ഞ വരണ്ട്. ഇവരിനാണ് കാളപൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ വിചാരിക്കുക എന്റെയൊക്കെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വയലിലൊരു കഷ്ണം എടുത്ത് അവിടെ അന്നേരം ഇതാക്കി പൊതു വീഴുമ്പോൾ മണല അതിന്റെ അടി. ഇത് മണല് തയ്യാറാക്കിയതാണിത്. അതുകൊണ്ട് തന്നെ താഴ്ന്നു പോകില്ല. എന്താ വെച്ചാൽ കാളേന്റെ കാലൊന്നും താഴ്ന്നു പോകില്ല. അപ്പൊ അന്നൊക്കെ എത്ര ചെലവഴിച്ചിട്ടുണ്ടാവും ഇത് തയ്യാറാക്കാൻ. ഇപ്പോഴും 130 വർഷമായിട്ട് ഇത് സംരക്ഷിക്കാന്നില്ല തന്നെ ഒരു വലിയ ഇതല്ലേ.